നിങ്ങൾ ചെയ്യുന്ന ഓരോരോ വിഷയവും ഓരോന്നിനും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലാത്തവരുണ്ടോ? നാച്ചുറലി അതൊരു സപ്പോർട്ടാണ്. 100% ഉമ്മയെ ബഹുമാനിക്കണം. ഉമ്മയും ഉപ്പയും, ഉമ്മയുടെ ഭാഗത്തിരിക്കുമ്പോൾ ഉപ്പനെ മറന്നു പോകരുത്. ഉപ്പ എപ്പോഴും മറന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ 2 പേര് ഈക്വലാണ്. ഒരാൾ ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ഓടി പണിയെടുത്തു. ഇനി ഒരാൾ അതിൽ നിന്ന് കിട്ടുന്നതിൽ 1% കൊണ്ടുവരുന്ന ആളെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഉപ്പ, നല്ല ഒരു ഡയറക്ടറാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വളർന്നു വരാനുള്ള ഒരു ഡയറക്ടറാണ്. അത് മൂപ്പർ അമ്മയെ പോലെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അച്ഛൻ ചെയ്യുന്നത് കണ്ടാൽ മതി. നല്ല അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുമ്പുള്ള ഗേറ്റ് വീട്ടിലെ മുറ്റത്തിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത്, അച്ഛൻ കയറി വരുമ്പോൾ കൈ വീശി സേറ്റും വലിച്ചാണോ വരുന്നത്? 2 കൈ നിറയെ അന്നത്തെ കാലത്ത് പഴങ്ങളും കിട്ടിയ മാർക്കറ്റിലുള്ള പരമാവധി വില കുറഞ്ഞ് കിട്ടിയ കുറേ സാധനങ്ങളായിട്ട് ചമന്ന് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തിൽ കൂടി വന്നിട്ട് വീട്ടിൻ്റെ മുൻവാതിലിന് ഉമ്മാനെ പേരെടുത്ത് ഇഷ്ടത്തോട് പാത്തു, ഫാത്തിമ എന്ന് പറയുന്നത് പാത്തു എന്ന് വിളിച്ച സൗണ്ടോട്, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഉമ്മയും എല്ലാവരും കൂടി വാതിൽ കാത്തു നിൽക്കുമ്പോൾ ഓടിയെത്തി ഉപ്പാടുത്തുനിന്ന് ആ സാധനം പിടിക്കും. അതിലെന്താ അർത്ഥം? അയാൾ കൈവീശി സിഗരറ്റ് വലിച്ചല്ല വരുന്നത്. അയാൾ 6 പേര് ഈ കുടുംബത്തിലുണ്ട്, അവർ സുഖമായി ജീവിക്കണം, നന്നായി ജീവിക്കണം. ആ ചിന്തയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിലും പ്രവർത്തനത്തിന് വേണ്ടി പോയ സ്ഥലത്തുനിന്നും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണം, അതുണ്ടാക്കി കൊടുക്കുന്ന ഒരാളെന്ന് കൊണ്ടുപോകാതെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പലരും അമ്മേനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടത്തിൽ പറയുന്നതാണ് ഞാൻ, ഉപ്പ അതുപോലെ വലിയ ഒരു അനുഗ്രഹം. അങ്ങനെ ഒരു നല്ല ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടാകുകയും ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരായി ജീവിച്ച് കാണിക്കുന്ന നമ്മളെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ. നമ്മളെ ലൈഫിലെ എന്തും, ഞാൻ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് 30 വർഷം സ്ഥാപനം നടത്തുന്നു. അത് തെറ്റില്ലാതെ ഫൈനാൻഷ്യലി പോകാൻ എനിക്ക് എൻ്റെ ഗുരു, എൻ്റെ അക്കൗണ്ടൻറ്റോ ഫൈനാൻസ് മാനേജറോ ഓഡിറ്ററോ എക്സ്റ്റേണൽ ഓഡിറ്ററോ, ഈവൻ ഇൻസ്പെക്ഷന് വരുന്ന, ഞങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് സിസ്റ്റമാണ്, ആ വരുന്ന ഇൻസ്പെക്ഷൻ ഓഡിറ്റർ, എൻ്റെ ഓഡിറ്റർ, എൻ്റെ ടീച്ചർ, എൻ്റെ ഫാദറാണ്. അദ്ദേഹത്തിൽ നിന്ന് കേട്ട വിഷയങ്ങൾ, എക്സിറ്റ് തിയറി ഒരു വിഷയം പറഞ്ഞു പഠിച്ചുകൊണ്ടിരുത്ത്. ഞാൻ എൻ്റെ ഗുരുവത്തോട് മാത്രമല്ല, ആ വിഷയങ്ങൾ ഞാൻ അങ്ങനെ തന്നെ ബുക്ക് നോക്കി എൻ്റെ വളർച്ചകൾ വളർത്തി വരുമ്പോൾ എൻ്റെ ശ്രദ്ധയോടുകൂടി ഇന്ന് ഞാൻ ഒരു ഡെബിറ്റ് ബേസ്ഡ് ഒരു ഏകദേശം 30 വർഷത്തിൽ 25 വർഷം ജീവിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ